ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീനും പച്ചക്കറിയും ഒന്നും ഇടാതെ ആ മീൻകറിയുടെ ടേസ്റ്റിൽ അതേ ടേസ്റ്റിൽ മീനുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും അതേപോലത്തെ ഒരു ടേസ്റ്റിലുള്ള ഒരു മീൻകറിയാണ് ഒരു 10 മിനിറ്റുള്ളിൽ 5 മിനിറ്റുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കാണാം, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പത്തോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു ജാർ എടുത്തിട്ട് ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങയും ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഒരു 10 ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു 10 12 രണ്ടെണ്ണം കൂടിയാലും കുഴപ്പമില്ല, കാരണം ടേസ്റ്റുള്ള സംഭവമല്ലേ, ടേസ്റ്റുമാണ്, നല്ല ഗുണമാണ്, ബ്ലഡൊക്കെ ഉണ്ടാവാൻ നല്ലതാണ് ചുവന്നുള്ളി. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ ശരീരത്തിൽ അത് കിട്ടും. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വലിയൊരു തക്കാളി ഇട്ട്, ഒരു ആപ്പിൾ സൈസ് തക്കാളി ഉണ്ടാവും, അതിൻ്റെ ഹാഫ് ഞാൻ എടുക്കുന്നുണ്ട്, ഹാഫ് അവിടെ മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഒരു ഹാഫ് എടുത്തിട്ട് ഇത് നമുക്കിതിന് പീസാക്കിയിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ പീസാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊടികളാണ്. പൊടികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ ആ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ പൊടികളും പെരിഞ്ജീരകവും ഒക്കെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതാ ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ, ഒരുപാട് ഒഴിച്ചങ്ങോട്ട് അത് അരയാതെ വരും തേങ്ങയൊന്നും. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, നമുക്കത് മനസ്സിലാവില്ല ഒഴിക്കുന്നത് കണ്ടാൽ. കുറച്ചിതാ ഈ ഒരു ഭാഗമാകുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ തന്നെ നല്ല ഫൈൻ മഷി പോലെ ഒരു തരി പോലില്ലാതെ അരച്ച് കൊണ്ടുതാ. ഇതുപോലെ ഞാൻ ഇപ്പോൾ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു തരി പോലും ഫീൽ ചെയ്താൽ ഇതേപോലെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിവിടെ മൂടി വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്ന് നോക്കാം. ഇനി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മീനില്ലെങ്കിലും മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ്. മീനില്ല എന്ന് വിചാരിച്ചിട്ട് വേറെ ഇതിൽ വെക്കണം. മൺചട്ടി ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ അല്ലേ. അതൊന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ഹാഫ് പീസ് തക്കാളി എടുത്ത് വെച്ചില്ല, വലുതായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഒരു കുഞ്ഞിതാണെങ്കിൽ ഒരു 2 തക്കാളി എടുക്കുക. അതും ചെറിയൊരു സവാളയും, ഒരു ചെറിയ സവാള കേട്ടോ, വലുതൊന്നല്ല, അതും പച്ചമുളക് ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ വഴറ്റി കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല വാടിയാണ്ട് കുഴഞ്ഞ് പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. തക്കാളി കുറച്ച് അത്രയും പഴുപ്പല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് വാടാത്തത്. അങ്ങനെയൊക്കെ ഇടുന്നോട്ടെ, കുഴപ്പമില്ല. അതിന് ശേഷം അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ജാളിൽ ഇനിയും അരവരിക്കേണ്ടത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ സംഭവം, നമ്മളെപ്പോഴും ചെയ്യുന്ന സംഭവം തന്നെ, ആ ജാറിൽ കുറച്ച് അരവുണ്ടാവില്ല, അതിന് വേണ്ടി എല്ലാവരും എപ്പോഴും ചെയ്യുന്നതാണ് ഈ അരവ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം, ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ജാറിൽ തന്നെ മസാല ഇതൊക്കെ ഉണ്ടാവും, അരവൊക്കെ ഉണ്ടാവും, അത് നമ്മൾ വെറുതെ വേസ്റ്റായി കളയാണ്ടല്ലോ. അരച്ചതിൻ്റെ അരവും ബാക്കിയൊക്കെ അതിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വെള്ളം ഒഴിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അതിനാണ് കുറച്ച് വെള്ളം, അതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് ശേഷം കുറച്ച് തിക്കുണ്ട് കറി, ഒന്നും കൂടി ഞാൻ തിളപ്പിച്ച് നമുക്കൊന്ന് തിളയ്ക്കുന്നതല്ലേ, അപ്പോൾ അത് എന്തായാലും ഓൾറെഡി വെറ്റും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു പാകമാണ്. ഇനി അത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുടംപുളിയാണ്, ഒരു 3-4 കുടംപുളി ഉണ്ടാവും, അത് വെള്ളത്തിലിട്ട് വെച്ചതാണ് കുറച്ച് മുന്നേ, അതിട്ട് കൊടുക്കുക. ഇങ്ങനത്തെ തേങ്ങ അരച്ച കറിക്ക് കുടംപുളിയാണ് ബെസ്റ്റ്. നിങ്ങൾക്ക് കുടംപുളി ഇല്ല, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പുളി ചേർക്കാം കേട്ടോ. പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുടംപുളി ഉണ്ടെങ്കിൽ അതാട്ട നല്ലത്, ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക കുടംപുളി ഇട്ടാലാണ്. അതിലിങ്ങനെ പുളി ഇങ്ങനെ കിടന്ന് ഇപ്പോൾ പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിലും ആ പുളി കിടന്ന് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒന്ന് നല്ല തള വരുന്നവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. തള വരുന്ന സമയം കണ്ടാൽ അതൊന്ന് തുറക്കാം. ഇത് നല്ല തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. പണ്ട് ആ തക്കാളി ഉള്ളിയൊന്നും വേണ്ട ആവശ്യമില്ല, നമ്മൾ ഉടയേണ്ട പറഞ്ഞത്. നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ്. ആ തക്കാളിക്ക് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അതാണ് നല്ല ഉടച്ച് പേസ്റ്റ് ആക്കേണ്ട പറഞ്ഞത്. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഉലുവാപ്പൊടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. അത് കറി ഒന്ന് കുറുകി വേണ്ടി ഇനി ഇനി തിക്കാവും. ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ എടുക്കുന്ന സമയത്തൊക്കെ തിക്കായിട്ടുണ്ടാവും. അതിൽ അതേപോലെ അടച്ചു വയ്ക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞു. അതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെക്കുക, അത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ തണുപ്പായതുകൊണ്ട് ഇതിൽ നിന്ന് ചാടി കിട്ടാൻ കുറച്ച് പണിയും, കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും.
വെളിച്ചെണ്ണ. അപ്പോൾ അതിന് ശേഷം ഒരു 6-7 ചുവന്നുള്ളി ഇതേപോലെ എടുത്തിട്ട് അരിഞ്ഞിട്ട് നമ്മൾ സാധാ കറിക്ക് വറക്കുന്ന പോലെ വറുത്തെടുക്കുക. ഇതപ്പോൾ ഇതുപോലെ വറവായിട്ടുണ്ട്. ഇങ്ങനത്തെ കറിക്കും ഏത് കറിക്കാണെങ്കിലും കടുകിനാട്ടിയും എനിക്ക് ടേസ്റ്റ് കൂടിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. വറുത്ത കറിക്ക് വേറെ ടേസ്റ്റാണ്. അതിന് ശേഷം 3-4 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് ഇതേപോലെ പിന്നെ വറുക്കുക. നല്ല മണമാണത്. എന്ത് കറിക്കും ഇങ്ങനെ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം ഈ നമ്മൾ അടച്ചു വെച്ച കറിയിൽ ആ കറിയിലേക്ക് ഈ വറുത്ത് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ സാധാ പതിവ് പോലെ തന്നെ അതിലൊന്ന് ചുവറ്റിയാലാണ് നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. ആ വെളിച്ചെണ്ണ അതിലുണ്ടാവും ആ പാനിൽ. അതൊന്ന് കിട്ടണമെങ്കിൽ ഈ കറി ഒന്ന് ചുവറ്റി വയ്ക്കണം. അതൊന്നും ആരും മടി വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ ടേസ്റ്റൊക്കെ അതിൽ തന്നെ ഇരിക്കുക വെളിച്ചെണ്ണയിൽ. കാരണം നമ്മൾ വറുത്തതിൻ്റെ ടേസ്റ്റ് ആ ചട്ടി അതൊന്നും ഒഴിച്ചാൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇത് അടച്ചു വെച്ചു. അതിനെ കുറച്ചതിന് ശേഷം ഞാൻ അടുത്ത് കാരണം ഞാൻ കാണിച്ചു തരാൻ അടുത്താണ്. കാരണം അടച്ചു വെച്ച് കഴിക്കുമ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ മണമൊക്കെ അപ്പം നല്ല ഒരു മണമായിരിക്കും കേട്ടോ. ഇടാ കുറുകിയതാ ഒന്നുകൂടി ഇതാ കുറുകി ഇനി ഇരിക്കുമ്പോൾ കുറുകും. നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട്. നല്ല കറിയായിട്ട് നമ്മൾ ഒരു ചിമ്മീൻ കറിയൊക്കെ വെച്ചാൽ അങ്ങനെ വെക്കേണ്ടവരാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഈ കറിക്ക് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം. അപ്പത്തിൻ്റെ കൂടെ 3 നേരം നമുക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം. ചപ്പാത്തിക്കോ അപ്പത്തിനോ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ ഒരു കറി വെച്ച് നമുക്ക് 3 നേരം എടുത്തിട്ട് കഴിക്കാൻ പറ്റും. എളുപ്പമാണ്. ഇനി ഇപ്പോൾ ഈ ചെറിയ കുട്ടികളുള്ളവർക്ക് ജോലിക്ക് പോകുന്നവർക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ല. കാരണം എനിക്ക് ചെറിയ കുട്ടികളാണ്, നമുക്ക് അറിയാൻ പറ്റും വേഗം അവർ എണീക്കുമ്പോഴത്തേനും പണി കഴിക്കണം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയ കറിയായിട്ട് അത് ഉണ്ടാക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.